ഇതിന്റെ പേരെന്താണെന്നറിയാവോ? തിരുത. കുറച്ചിറങ്ങനെ വെക്കൂല. നിക്കൂടെ ശീലിക്ക് ആദ്യമായിട്ട് ഇടാൻ പോവാ പരീക്ഷണം. തട്ടുമ്പോ വേദനയില്ലേ? അതിങ്ങോട്ട് വരില്ല, ഞാൻ ഇങ്ങോട്ട് കയറ്റില്ല ഇടണേ. ഓ തെങ്ങൊക്കെ ഉണ്ട്, സൂക്ഷിച്ച്. ആ സാരി ഒതുക്കി പിടിച്ചോണ്ടിരിക്കണേ. മതി മതി, എന്തായാലും അത് കൊള്ളാം. മതി. ഇത് കണ്ടിട്ട് നല്ല വിഷറി പോലെ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നുള്ളൂ. ഞാൻ പുതിയ മീൻ മേടിച്ച്. ഇതിന്റെ പേരെന്താണെന്നറിയാവോ? തിരുത. ഞാൻ ഇവിടെ ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. പറ, ഞാൻ മാള് പറയട്ടെ. പറ. തിരുത മീനാ? രണ്ടെണ്ണ തിരുത മീൻ. എടി തിരുത മീനെന്ന് പറ. ഒന്നേ ഉള്ളൂ. ഇതിപ്പോ മീനൊന്നല്ല, കുറെ മീൻകാര് വിളിക്കണം അങ്ങനെയല്ലേ? കൊള്ളാം. ഇത് രാഷ്ട്രീയക്കാർക്ക് ഭയങ്കര ഇഷ്ടാവുന്ന പോലും. അതെനിക്ക് അറിഞ്ഞൂടാ. ഇത് ആളുകളെ ചീത്ത വിളിക്കാൻ ഇതെന്തുന്നുണ്ട്. ഇത് രാഷ്ട്രീയക്കാർക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് വയ്യ, അമ്മായിയുടെ കോമഡിയാ. പറ. രാഷ്ട്രീയക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരിത് മേടിച്ച് കഴിക്കും. അവരാണ് ഇതിൽ കൂടുതലും മേടിച്ച് കഴിക്കണേന്ന്. എന്താ പ്രത്യേകത എന്ന് ചോദിക്കാറുന്നില്ലേ? അപ്പോഴാണ് പറഞ്ഞ തിരുത മീനാണ്. എനിക്കൊന്നും മനസ്സിലാവല്ലേ. രാഷ്ട്രീയക്കാർക്ക് ഈ മീൻ ഇഷ്ടമാണ്. ഇത് മറ്റേ ഹിന്ദിക്കാരൻ കൊണ്ടുവന്നത്. ചേച്ചിയുടെ മാത്രമായിട്ടുള്ള സാധനമാണ്. അതല്ല ഇതല്ല അതെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ അത് കാരണം ഇത് അത് തന്നെയാണോ? ഇനി ഇല്ല. ഇത് കണ്ട സുഖം കണ്ടാ എന്തെളുപ്പം നോക്കിയേ. പിന്നെ ഇവിടെ മോദയെന്നും പറയും ഇതിന്. അമ്മ വേറെ എന്തോ പേര് പറഞ്ഞല്ലോ? മാലാദിയോ മാതാദിയോ മല്ലാദിയോ മാലാവ്. അതാണ് മോദയായി പോലീസുകാരനും പറ്റൂ. കാരണം ഇത് മോദയല്ലേ? മോദ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റിയ മീനാ. നമ്മള് വാങ്ങിച്ചിട്ടുണ്ടല്ലോ ചേട്ടാ. ഗ്രില്ല് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആണോ? ഉണ്ട്. അനു വന്നപ്പോഴാണോ? അതെനിക്ക് അനു ചേച്ചി വന്നപ്പോ ഞാൻ ഇല്ലായിരുന്നു. ഓ ശരിയാ. എന്റെ വാ തുറന്നേക്ക്. പ്രത്യേകത ഇങ്ങനെ കിടക്കുമ്പം നോർമൽ ചാളയുടെ പോലത്തെയൊക്കെ, പക്ഷെ എന്റെ ഫ്രണ്ട് ഭാഗം കാണുമ്പോ വേറെ ടൈപ്പ് മീൻ. വേണ്ട, പൊക്കോ. അറിഞ്ഞൂടാ. നീയില്ലേ മാളു? തേങ്ങ എടുത്തിട്ട് കാശ്മീരി ചില്ലി ഇടുക. ഞാൻ ഇടുന്ന അറിയാലോ. കാശ്മീരി ചില്ലി തേങ്ങ അരയ്ക്കാൻ വേണ്ടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി ഇട്ടിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് അരയ്ക്കുക. ഞാൻ പോണു. ഞാനും പോണു. അമ്മായിക്ക് ആദ്യം ചായ വേണോ? ഞാൻ ആദ്യം തൊട്ടേ. ഞാൻ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇടി പിടിച്ചില്ല. സത്യം. ഇല്ലെങ്കിൽ ഇടിയായനെ ഇന്നിവിടെ. അമ്മായി ഫസ്റ്റ് ഇത് കഴിച്ചു നോക്കും. നോക്ക്, ഇത് നീ ഇവിടെ വാങ്ങിച്ചതല്ലേ? അല്ല, ഇത് വേറെയാണ്. കഴിച്ചു നോക്ക. അതെ. ഇല്ല, ചേച്ചിക്ക് ഇതല്ലേ ഇഷ്ടം? എനിക്ക് അതാ ഇഷ്ടം. ഞാനത് നിന്റെ പഠിച്ചു മാറ്റും. ഞാൻ കയ്യിലിടും.
ഇത് പിസ്ത. കളർ കണ്ടിട്ടല്ലേ മനസ്സിലായേ? കൊള്ളാം കൊള്ളാം. ഇതേതാ കളറ്? ഇതുപോലെ താമര പോലെ ഇതിങ്ങനെ തുറക്കണം, എന്നിട്ട് ഇതിങ്ങനെ എടുക്കണം. ആ ഇത് കൊള്ളാം. ഇതെന്താ? അതാ പിസ്ത. ഇതെല്ലാം ഒന്നേനെ ഉം. കിട്ടണോ? ഇത് ഏതാണെന്ന് ചോദിക്കല്. ഇത് ശരിക്കും പ്ലം കേക്ക്. പ്ലമ്മോ? അല്ല, എന്താ കപ്പ് കേക്കാ? കപ്പ് കേക്ക്. പ്ലം കേക്കാ ഇതാ? അത് ശരിക്കും കപ്പ് കേക്ക്. കപ്പ് കേക്ക്. എന്തോ നേരത്തെ പറഞ്ഞത്, ഞാൻ ഒരു മീനിന്റെ പേര് പറഞ്ഞപ്പോ എന്നെ കളിയാക്കി. ഞാൻ അപ്പോഴും അമ്മയടുത്ത് പറയാം എനിക്കൊരു അവസരം കിട്ടുക. അല്ല, നീ മീനിന്റെ പേര് പറഞ്ഞത് കളിയാക്കിയതല്ല. നീ തിരുതാന്ന് പറഞ്ഞോണ്ടാ. എന്നിട്ട് ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞു കൊടുത്തേത്. ആ ചേട്ടാ തിരിതാന്ന് പറഞ്ഞല്ലോ. മീൻകാരൻ അങ്ങനെയല്ലേ മീൻ വിളിച്ച് പറയണത്. ഇത് കഴിച്ച ഓറഞ്ച് കഴിച്ചാ നീ? അത് തന്നെ ഇതും ഇല്ല ഇതും അല്ലേ? നല്ല കട്ടൻ. താങ്ക് യു. അത് കപ്പ് കേക്ക് ആണെങ്കിൽ അല്ലല്ലോ, ഓറഞ്ച് അല്ലേ? മാളുവേ, എണ്ണൊഴി കുറച്ചുകൂടെ. മതി മതി മതി. നല്ല വേദന എടുക്കുന്നു, വേറെ എല്ലാം കൂടെ നിറഞ്ഞപ്പോ. അമ്മ ഇപ്പൊ ഇരുന്നോയെങ്കിൽ ചെല്ല്. അല്ല, കുറച്ചേരം നിക്കാം. ആ ബെസ്റ്റ്. തലേന്ന് കൂടുവേ. അതെ. എന്നിട്ട് പിന്നെ എണീക്കാൻ പറ്റൂല, കിടക്കേണ്ടി വരും. അതിനെക്കാട്ട് ഇപ്പോഴേ പോയി കിടന്നാ കുറച്ച് ചേഞ്ഞറിച്ചിട്ടിരിക്കാം. നമ്മ ചെല്ല്. ഞാൻ പോണു. ഇനി കടുകിടാൻ നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? സോറി, അത് ആയോ ഇല്ലെന്ന് ഫുള്ളിടണോ? എവിടെ? ആ ഫുള്ളിട്. ഇനി വെളുത്തുള്ളി എടുത്തിട്ട്. കറിവേപ്പില കേട്ടോ. ഇഞ്ചി എടുത്തിട്ട്. പറയേണ്ട താമസം കൈയിട്ടങ്ങ് വാരി. എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം കുറേ ഉണ്ട് ഇടാൻ. മറ്റതൊക്കെ കുറച്ച് വിഭവല്ലേ ഉള്ളൂ. ഉള്ളി ഉണ്ടേ? ഒന്ന് ഇളക്ക്. കുഞ്ഞിക്കത്ത് ഇത് കൊള്ളാം അല്ലേ? എനിക്കത് കൈക്ക് പിടിക്കൂല, ഇഷ്ടല്ല. ചേച്ചി ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു മതി തോന്നും. ഉള്ളി കിണ്ടണം. ചേച്ചിയല്ലേ പറഞ്ഞ ഉള്ളി കിണ്ടാൻ പാടില്ല എന്നൊക്കെ. ഇനി മേലെ എന്നോട് ഇക്കാര്യം ചോദിക്കരുത്, മേലെ ഇക്കാര്യം പറയരുത്. എന്താ എപ്പോഴും പറയണോ നിന്നോട്? വലിയ ഉള്ളിയാണ് അങ്ങനെ. അല്ല, എന്തുള്ളിയാണെങ്കിലും ഒരുപാട് ഇട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വെന്ത് മധുരിക്കും. ഇങ്ങനെ വെക്കുക, അപ്പൊ അത് പെട്ടെന്നാവും. അല്ലാണ്ട് ഇളക്കിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആവത്തില്ല, ഈ ജന്മത്താവത്തില്ല. ഓക്കെ സരിത, സോറി സരിത. നീ ചോദിച്ച കാര്യങ്ങളൊക്കെ തന്നെ നീ വീണ്ടും വീണ്ടും ഇനി ഇടിയ. ഓക്കെ, കുറച്ചുകൂടെ ഇങ്ങനെ വെക്കിയത് ഇങ്ങനെയാണ്. പിന്നെ എന്ത് ഭ്രാന്ത് ഇവിടെ കൂടി എന്നിട്ട് ഇറങ്ങി ഇവിടെയൊക്കെ ഉപ്പായി എന്ത് കഷ്ടപ്പെടണ. ഇങ്ങനെ ഇട്ടോ? പക്ഷെ ഇവിടെ വേദന എടുക്കും അല്ലേ ഇങ്ങനെ പിടിക്കുമ്പോ? കൊടംപുളി ഉണ്ട്. യെസ്, കൊടംപുളിയാണെന്ന്. ഐ ലവ് ഇറ്റ്. ഇഷ്ടമാണോ? അല്ല, മീൻകറി അല്ലല്ലോ, ഇഷ്ടമാണല്ലോ. ഇന്ന് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മീനിൽ ഞാൻ ഇന്നൊരു പ്രത്യേക മസാല ചേർക്കുന്നുണ്ട്. എന്താ പറ? തേങ്ങാപ്പാൽ അല്ല. അയ്യേ, മസാലയോ? ചിക്കൻ മസാലയോ? അല്ല. ഗരം മസാല അല്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചേർക്കാൻ പോവാ. ഞാൻ ഇന്ന് വരെ മീൻകറിയിൽ വേറെ എല്ലാത്തും ചേർത്തിട്ടുണ്ടോ? വേറെ ഒന്നും ചേർത്തിട്ടില്ലേ? വേറെ എനിക്ക് അറിയാൻ ചാൻസ് ഉണ്ടോ ആ മസാലയുടെ പേര്? ഇപ്പൊ ബീഫിലാണെങ്കിൽ നമ്മൾ ബീഫ് ഒലർത്ത് മസാല ചേർക്കുമല്ലോ, അതേപോലെ മീൻ കറിയിൽ ഇന്ന് വരെ അങ്ങനെയുള്ള ഒരു റെഡിമെയ്ഡ് മസാലയും ചേർത്തിട്ടില്ല. അപ്പൊ റെഡിമെയ്ഡ് മസാല ഇടാൻ പോവാണോ? എന്തായിരിക്കും അത്? മീൻ ഉലർത്ത് മസാല അല്ല, ഫിഷ് മീറ്റ് മസാല. ഫിഷ് മസാല. ഞാൻ അതല്ലേ ചോദിച്ചേ, ഫിഷ് മസാലയാണോ? അറിയില്ല, എനിക്ക് അതിന്റെ രുചി എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. ഒരുപക്ഷെ ഹോട്ടലിൽ പോയി കഴിച്ച രുചി ആയിരിക്കാം.
ആ മസാല എടുത്തിട്. നീ അരച്ച മസാല, തേങ്ങ, കാശ്മീരി ചില്ലി. ഇത് നിനക്കുള്ള പരിപാടിയാണ്. ദേ ഇത് മൂത്തതിന് ശേഷം ഇതങ്ങ് തള്ളി നിൽക്കുക. ഇത് ഇറക്കി കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഒരുമിച്ച് മിക്സ് ചെയ്താൽ മതി. അല്ലെ ആവുള്ളേ നിക്ക് വിടാ. ശീലിക്ക് പോക കൊണ്ടൊക്കെ ശീലിക്ക്. അയ്യോ ഇമ്മിണി പണിയുണ്ട്, ഇമ്മിണി പണി. ഇതങ്ങൾ ഉന്തി തള്ളി വയ്ക്കുക. അപ്പം ഈ എണ്ണയൊക്കെ ഇങ്ങോട്ട് ഊറി വരും. അപ്പം എന്നിട്ട് ഈ ബാക്കിയുള്ള പച്ചമസാല എടുക്കുക. ഞാൻ കരയാണ് ചേച്ചി. കരയില്ല മാളു, നീ കരഞ്ഞാൽ എനിക്ക് സങ്കടമാവും മാളു. എന്നിട്ട് ഇവിടെ പിടിച്ച് നിർത്തിയില്ലേ ഞാൻ? വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ടിന്ന് മാത്രമേ വെള്ളം വന്നോളൂ. അപ്പം മറ്റേ കടയിൽ ആവാഞ്ഞിട്ട് അപ്പം ഒന്നുകൂടെ ഒന്ന് നിൽക്കുക. നിക്ക്. ഇനി ആ ഉള്ളിയും കൂടെ മിക്സ് ചെയ്തോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ആദ്യമായിട്ട് ഇടാൻ പോവാ പരീക്ഷണം. മതിയല്ലേ? ഒരുപാടാക്കണ്ട. നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലാ. മഞ്ഞപ്പൊടി, ഈ പണ്ടത്തെ ആൾക്കാർ ഇത് എങ്ങനെയായിരിക്കും അല്ലേ കണ്ടുപിടിച്ചത്? സത്യം. ഇത് ഈ പൊടികളൊക്കെ നല്ലതായിരിക്കും, ഈ പുളി വേദന, ചിക്കനില് പുളി വന്ന മേ ബി കൊള്ളത്തില്ലായിരിക്കും. കൊള്ളത്തില്ല എന്നല്ല, നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ മേ ബി പറഞ്ഞേ. അതൊക്കെ അവരെങ്ങനെ കണ്ടുപിടിക്കും? എനിക്കറിയത്തില്ല. ഞാനും അത് ആലോചിക്കാറുണ്ട് ചില സമയങ്ങളിൽ. എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയെന്ന് അറിയോ? എന്താ? ഈ ഉലുവ, മീനില് ഉലുവ ഇടണം എന്ന് എല്ലാരും പറയത്തില്ലേ? അത് ഇത്തിരി അത്ഭുതമായിട്ട് തോന്നി. കായം അച്ചാറില്, അതെ, അതിലൊക്കെ എങ്ങനെ ഇടണം? സാമ്പാറിൽ കായം, രസത്തില് കായം, കടുക്, ഇതൊക്കെ ചെടിയിലെ സീഡല്ലേ? അതൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതൊക്കെ ഇതിലിട്ട നല്ലതായിരിക്കും, എണ്ണയിലിട്ട പൊട്ടിത്തെറിക്കും. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചായിരിക്കും അല്ലേ? നമ്മൾ പൊട്ടത്ത ചോണ പറയണേ. കറക്റ്റ് ആണോ? പൊട്ടത്ത ചോണ പറയണേ? ആര്, നീയാ? അല്ലല്ല അല്ലേ? എന്തിനാ മാളു ഇത്രയും പുളിയെടുത്ത് വെള്ളത്തിലിട്ട്? ഇപ്പൊ അതിന്റെ പേരിലായ കുറ്റം. അതിന്റെ പേരിൽ കുറ്റം അതിന്റെ കുഴപ്പമാണോ? അല്ലാണ്ട് നീ ചെയ്തതിന്റെ കുഴപ്പമല്ലേ? നീ പോയിട്ട് ആ മീൻ എടുത്തുണ്ടോ? ഇളക്കണ്ടേ? എനിക്കെന്ത് ഇളക്കാൻ അറിഞ്ഞൂടെ? എന്നാ ഷോൾഡർ ചെയ്തെന്ന് പറയില്ല എൻ്റെ അടുത്ത്. പറയും. എന്നിട്ട് ഈ തേങ്ങ ഇളക്കാൻ പറഞ്ഞിട്ട് നീ തന്നെയാണല്ലോ മൊത്തം ഇളക്കിയത്. ഞാടപ്പം ആദ്യം മരിച്ചിട്ടൊന്നെ. വെള്ളം ഒഴുക്കിത്തിരി. വെള്ളത്തിന് മര്യാദ വെച്ചില്ല. ഇനി ഇളക്കിക്കോ. എന്തേ എനിക്ക് ഇളക്കാൻ അറിഞ്ഞൂടെ? നേരത്തെ നീ മീൻ എടുക്കാൻ പോയില്ലേ? കുറുകിയില്ല, അപ്പോൾ ഒരു ഗ്ലാസ് കൂടെ ഒഴിക്കാം. ഉപ്പ് കുറവാ. ഞാൻ പഠിച്ചു സജിത. പുളി നല്ലപോലെ ഉണ്ട്. സമാധാനം. എന്തുകൊണ്ട്? ഞാൻ അത്രയും പുളി ആ വെള്ളത്തിൽ ഇട്ടോണ്ട്. ഇതാ പണ്ട് ബാലൻസ് ഇറക്കണതോ? അതിൻ്റെയും കൂടെ വെള്ളത്തിലായി. അതുകൊണ്ട് തന്നെ കുറ്റം പറയണം. മുമ്പ് എന്താ പറഞ്ഞല്ലോ, ആരെയും കുറ്റം പറയരുതെന്ന്. എപ്പോ പറഞ്ഞു? ഓറഞ്ച് കഴിച്ചപ്പോ. ഓറഞ്ച് കഴിച്ചപ്പോഴോ? അപ്പ ചേച്ചി പറഞ്ഞു നീ എന്നെ കുറ്റം പറഞ്ഞില്ലേ? ഏത് കാലത്ത്? ചേച്ചി തൊലിയോട് ഓറഞ്ച് കഴിച്ചില്ലേ? അപ്പൊ ഓർമ്മ പോലുമില്ല. ഏതോ കാലത്ത് കഴിച്ച കഥ ഇപ്പൊ പറയണത്. അപ്പ ചേച്ചി എന്നോട് പറഞ്ഞു. അയ്യാ കുറുകണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിക്കണോ? മീനും കൂടി ഇട്ട് മീനും വേവണ്ടേ? ഇപ്പൊ വേവായ.
മീനിരണ്ടേ? ഇപ്പം ഇടണ്ട, വേണം ഇത് തിളയ്ക്കണം, നന്നായിട്ട് തിളയ്ക്കണം. ഓക്കെ, അങ്ങനെ കൊണ്ടുവരാം. എരിവില്ല. മീൻ ഇടാതെ തന്നെ മീനിന്റെ ടേസ്റ്റ്. മീൻ കറിയുടെ ടേസ്റ്റ് അതാണ് ഈ മീൻ മസാല ഇടുന്നതിൻ്റെ ഒരു ഇത്. എരിവില്ല. പുളിയൊക്കെ അങ്ങ് പോയി. പുളി പോയി. അതാണ് ഞാൻ അത്രയും പുളി എടുത്തത്. അത്രയും പുളികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടോ മീൻ ഇട്ടോ. പുളിയൊക്കെ വേണ്ടെന്ന് പറഞ്ഞ പുളിയൊക്കെ വീണ്ടും എടുത്തിട്ട്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, അല്ല ഇളയവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും. അപ്പൊ അത്രയും പുളി വീണ്ടും വേസ്റ്റ് ആയില്ലേ? ഇല്ല. നീ അമ്മായിനെ വിളിച്ചോ, വേഗം പോയി ഒരു സ്നാക്സ് കഴിച്ചിട്ട് വരാം, അപ്പോഴേക്ക് മീനാവും. ഓക്കെ. സ്നാക്സ് കഴിച്ചിട്ടേ മാളൂ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ടേബിൾ സെറ്റ് ചെയ്തിട്ടേ സ്നാക്സ് കഴിക്കാൻ വാ. അമ്മായി ഇത് നല്ലോണം കഴിക്കി. അമ്മായി നല്ല കഴിക്കി. എന്താ ചേച്ചി കാര്യം ചോദിക്കും മാളൂ. നീ ചോദിച്ചു എന്താ? ഞാൻ പുറത്തേ കഴിഞ്ഞപ്പോ എന്നോട് പറയാട്ടാ, ആ സരിത ഉള്ള ചിക്കനും ബീഫും ഒക്കെ കൂടി തീറ്റിച്ച് അമ്മായിക്ക് കൊളസ്ട്രോൾ കൂടി അമ്മായി തല ഇറങ്ങി ബോധം കെട്ട് വീണ്ടും എന്ത് സാധനം നോക്കും മാളൂ. ഇത് പച്ച പഴുത്തില്ല. എന്നാലും അങ്ങനെ പറയാവോ മാളൂ? അവര് പറഞ്ഞോട്ടെ. ഇപ്പൊ ഇയാളും പറഞ്ഞില്ലേ? ഞാനും പറഞ്ഞോട്ടെ. അത് ഉള്ളതാവണമെന്നുണ്ടോ? ഇല്ലല്ലോ. അതെ, ഞാൻ നശിപ്പിച്ച് ചേച്ചി. മുളകില്ലാതെ ഇപ്പൊ തിന്നാൻ പറ്റുള്ള. വലിയ മധുരമില്ലല്ലേ? അതല്ലേ ഞാൻ നല്ല പഴുത്തില്ല. മധുരമുള്ളതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. പുളിയായിപ്പോയി. പോയാലാ? പക്ഷെ എനിക്ക് എണീക്കാൻ വയ്യ. നീ എണീറ്റ് തന്നെയൊക്കെ വന്നാൽ മതി, ഞാൻ പോണു കേട്ടോ. തിന്ന് ലാസ്റ്റ് ഒരു കയ്പ് പോലെ അല്ലേ? നല്ല ചൂട് പൊറോട്ട അമ്മായി. എടുക്കെടുക്ക്. കഷ്ണം ഇടാവോ ശ്യാമളക്ക്? എനിക്ക് ചെറിയ കഷ്ണം ചെറിയ കഷ്ണം മീനെല്ലാം ഇട്ടേക്കണത്. മുഴുവനെ ഇട്ട എന്തിന്? ഇട്ടോ 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 മുഴുവൻ ഇട്ടതിലാണ്. ഇത്ര ഞാൻ കണ്ടില്ല. അമ്മായി ഉറക്കായിരുന്നില്ലേ? അമ്മായി ഉറക്കമായിരുന്നല്ലോ. തെറ്റിദ്ധരിച്ച്. ചൂട് മീനും ചൂട് പൊറോട്ടെ. എനിക്ക് ഗ്രേവി ഒഴിക്ക്. ആ പുളി ഇട്ടേ എനിക്ക്. ചപ്പലിട്ട പുളി. ഞാൻ കുറ്റം പറഞ്ഞു പുളി ഇട്ടേന്. ആര്? ഞാനല്ലാണ്ട് പുളി ഇട്ടത് നീ തന്നെയല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആരെന്ന്. ഞാൻ ചോദിച്ചത് ഇത്രയും പുളി വെള്ളത്തിലിട്ടത് ഇവളമ്മായി. ആഹാ. കൊറേ നാളായി പൊറോട്ടയും മീൻ കറി കഴിക്കാൻ ആഗ്രഹിക്കണം. എനിക്ക് വയ്യ. ആ പുളിയുടെ ടേസ്റ്റ്. പുളിയുടെ ടേസ്റ്റാ? ചുമ്മാ ഞാൻ പറഞ്ഞു. കൊള്ളമായി. മീനൊന്ന് കഴിച്ചോട്ടെ.
എന്താണ് രാഷ്ട്രീയക്കാർക്ക് ഇത്ര ഇഷ്ടം? ഇതില് ഒരു പ്രത്യേകത ഉണ്ട്. ചേച്ചി ഇതുവരെയായിട്ട് ഇടാത്തൊരു സാധനം ഇതിലിട്ടിട്ടുണ്ട്. കണ്ടുപിടിച്ചു പറ. ഇടാത്തൊരു സാധനം ഇതിലിട്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണം. എന്തൊന്നും എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ തന്നെ പറ. ഒരു മസാലയാണ്. പെരുജീരകോ? അതിന്റെ ചോയൊന്നും ഇല്ല. മീൻ മസാല, ഫിഷ് മസാല. മീനൊക്കെ കഴിക്കമ്മായി, എല്ലൊക്കെ അങ്ങ് കൂടട്ടെ അമ്മായി. ഈ മീൻ ഇത്ര പ്രത്യേകത എന്താണെന്നാണ് ഞാൻ ഇത് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തന്നെ ഞാനും എനിക്ക് അറിഞ്ഞൂടാ. കറിക്ക് രുചിയുണ്ട്. ഇപ്പൊ ഭയങ്കര കള്ളത്തരം കാണിക്കുന്ന മീനായിരിക്കും. എന്താ? ആ, അയ്യോ, രാഷ്ട്രീയക്കാർ കള്ളത്തരം കാണിക്കുക. ചിലപ്പോ ഇങ്ങനെ ഓഫർ ചെയ്തിട്ടേ ആ ഓഫർ തെറ്റിക്കുന്ന മീനായിരിക്കും. എനിക്ക് തോന്നുന്നു നല്ല മാംസമുള്ള മീനുണ്ടായിരിക്കും. ആ കപ്പൽ കണ്ടില്ല എന്ന് പറഞ്ഞത് വരണം. അതിനല്ലേ പോണയാ പോണതാ. എന്നാലും കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മീനും പൊറോട്ടയും. സൂപ്പർ.